തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ഇന്ന് കൊട്ടിക്കലാശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണിവരെയാണ് കൊട്ടിക്കലാശമുണ്ടാവുക. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകൾ നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ പിടിച്ചടക്കാനും നില മെച്ചപ്പെടുത്താനുമാണ് UDFന്റെയും BJPയുടെയും ശ്രമം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം. ഇത് പറഞ്ഞു കേട്ടപ്പോൾ KSRTC ബസ്സിൻ്റെ റൂട്ട് വിളിക്കുന്ന പോലെയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ ദേശപ്പോരാവേശത്തിന്റെ ക്ലൈമാക്സ് ആണ് ഇനി. റഹീസ് റഷീദും സജോ ദേവസിയും അർജുൻ കല്യാണും പ്രവീൺ പുരുഷോത്തമനും അഖിൽ കെയും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഓരോ പ്രദേശത്തെയും അടിയൊഴുക്കുകൾ, നിർണായകമായ അടിയൊഴുക്കുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ദേശപ്പോരിന്റെ എല്ലാ വിവരങ്ങളും ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആദ്യം റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ് റഹീസ്. കൊട്ടിക്കലാശം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയോ ഒരു ചൂടൊന്നും സാധാരണ രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് അങ്ങനെ കാണാറില്ല. കോർപ്പറേഷനുകളിലൊക്കെ അവരവർ നിശ്ചയിക്കുന്ന ഇടങ്ങളിലാണ് കൊട്ടിക്കലാശമൊക്കെ നടക്കുന്നത്. പല ജില്ലകളിലും പല രീതിയിലാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് കൊട്ടിക്കലാശത്തിന്റെ ആവേശം? അവസാന നിമിഷം മുന്നണികൾ പ്രതീക്ഷയുമായിട്ട് സ്ഥാനാർത്ഥികൾ വീടുകൾ തോറും കയറിയിറങ്ങാണ്. കഴിഞ്ഞ 48 മണിക്കൂർ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കൊട്ടിക്കലാശം കഴിഞ്ഞാൽ നാളെ നിശബ്ദ പ്രചരണമാണ്. തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഒരുക്കങ്ങൾ? ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം കളറാകുമോ അതോ പലയിടങ്ങളിലാണോ റഹീസ് ഋഷി? ഗുഡ് മോർണിംഗ് അരുൺ. കൊട്ടിക്കലാശം കൊട്ടിക്കയറാൻ തന്നെ മുന്നണികൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അരുൺ പറഞ്ഞതുപോലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത് പോലെ പ്രത്യേകമായ ഒരു ജംഗ്ഷനിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചെത്തി ക്രെയിനൊക്കെ വെച്ച് സ്ഥാനാർത്ഥികളും മുകളിൽ കയറുന്ന തരത്തിലുള്ള ആവേശം ഒരു കേന്ദ്രീകൃത സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഉണ്ടാകില്ല. കോർപ്പറേഷനിൽ വാശിയേറിയ മത്സരങ്ങൾ നടന്നെങ്കിൽ പോലും അതാത് വാർഡുകളിൽ ശക്തി തെളിയിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് മുഖ്യം. ഈ ആടി നിൽക്കുന്ന വോട്ടുണ്ട്, അവിടെ ചെയ്യണോ ഇവിടെ ചെയ്യണോ എന്ന് തീരുമാനിക്കാത്ത വോട്ട് അവസാന ദിവസത്തെ ഒരു ഓളം കണ്ട് തങ്ങൾക്കൊപ്പം കിട്ടുമെന്ന് ഇപ്പോൾ കാലങ്ങളായി രാഷ്ട്രീയ പാർട്ടി പറയാറുണ്ട്. അങ്ങനെ ഒരു ഓളം ഇന്ന് ഓരോ വാർഡിലും കാണിക്കേണ്ട ദിവസമാണ്. അതല്ലാതെ ഇപ്പോൾ 101 വാർഡുകൾ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട്. അവരെല്ലാം കൂടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലോ പേരൂർക്കടയിലോ വന്നൊരു ആവേശം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അതാത് വാർഡുകളിൽ ഏറ്റവും ശക്തമായ തരത്തിലുള്ള ഒരു പ്രചാരണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് കട്ടയ്ക്ക് അവർക്കൊപ്പം കൂടുകയും ചെയ്യാം. ശരി റഹീസ്, തുടരുക. നമുക്കൊപ്പം സജോ ദേവസ്യ കൂടിയുണ്ട് കൊച്ചിയിൽ നിന്നും. സജോ ദേവസ്യ, കൊച്ചിയിൽ എങ്ങനെയാണ്? കൊച്ചിയിൽ കഴിഞ്ഞ തവണത്തെ വലിയ ഒരു നഷ്ടം, അത് കൺമുന്നിലൂടെയാണ് ഈ നഷ്ടം UDFന് സംഭവിച്ചത്. അതിക്കുറി തിരിച്ചുപിടിക്കാൻ UDF പരമാവധി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. കൊട്ടിക്കലാശം കളർഫുൾ ആകുമോ കൊച്ചിയിലും? ഡോക്ടർ അരുൺകുമാർ, ഉറപ്പായും കൊച്ചിയെ സംബന്ധിച്ച് വലിയ കനത്ത പോര് തന്നെ നടക്കുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷൻ തന്നെ എടുത്താൽ 111 തദ്ദേശ സ്ഥാപനങ്ങൾ ആകെയുണ്ട്. അതിൽ കൊച്ചി കോർപ്പറേഷനിൽ തന്നെയാണ് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്നത് എന്നത് നിസ്സംശയമായി എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് UDFന് വലിയ അഭിമാന പോരാട്ടമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം UDFന് തിരിച്ചു പിടിക്കണം, അവരുടെ ഒരു ശക്തി കേന്ദ്രം തിരികെ പിടിക്കണം എന്ന വലിയ തോതിലുള്ള ഉറച്ച ഒരു പോരാട്ടം. പക്ഷേ അവരെ സംബന്ധിച്ച് പാളയത്തിലെ പട ഒരു വെല്ലുവിളിയാകുന്നുണ്ട്. 10ഓളം പേർ സ്വതന്ത്രരുടെ റോളിൽ അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ കളത്തിലുണ്ട് എന്നത് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അവരുടെ ഇവിടെ കൊച്ചി കോർപ്പറേഷനിലെ ഭരണ നേട്ടങ്ങൾ തുണയാകും. ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 4 ഡിവിഷനുകളിൽ BJP ഇല്ല എന്നതാണ്. കോൺഗ്രസ് പക്ഷേ അവർ UDF നേതൃത്വം ഒന്നടങ്കം പറയുന്നത് സംസ്ഥാനത്ത് തന്നെ വലിയ ആധിപത്യമുള്ള ജില്ലയാണ് എറണാകുളം. മിക്കവാറും കൊച്ചി കോർപ്പറേഷൻ മാത്രമല്ല മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ മികച്ച പോരാട്ടം നടത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം അവർ കാര്യമായി തന്നെ പ്രകടിപ്പിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രചാരണ ഘട്ടം കൊട്ടിക്കലാശം എന്ന നിലയ്ക്ക് നമ്മൾ നേതാക്കളോടൊക്കെ ചോദിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ ഡിവിഷനുകളിലോ വാർഡുകളിലോ റാലിയായി പ്രവർത്തകരുമായി പോവുക എന്നാണ് താല്പര്യപ്പെടുന്നത്. കാരണം അവരുടെ വോട്ടർമാരുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങളെ എത്തിക്കുക, പകരം കേന്ദ്രീകൃത സ്വഭാവത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും അത് കൂടുതലും വികേന്ദ്രീകൃത സ്വഭാവത്തിലായിരിക്കും പ്രവർത്തകർ അണിനിരക്കുക. അതാത് ഡിവിഷനുകളിൽ വോട്ടർമാരെ കൂടുതൽ കയ്യിലെടുക്കുക എന്ന ലക്ഷ്യമാണ്. ഇന്നിപ്പോൾ ആരാധനാലയങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പരമാവധി ഇടങ്ങളിലേക്ക് വോട്ട്
വോട്ട് തേടാൻ സ്ഥാനാർത്ഥികൾ സജീവമായി തന്നെ കളത്തിലുണ്ട്. അതിൽ കൊച്ചി ഉറപ്പായും ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഇടമാണ്. കാരണം കഴിഞ്ഞ തവണ സ്വതന്ത്രരുടെയും അങ്ങനെ വിമത റോളിൽ പോയ ആളുകളുമൊക്കെ ഭരണം നിശ്ചയിക്കാൻ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ച ഒരു കോർപ്പറേഷനാണ് കൊച്ചി. ഇത്തവണയും സമാനമായ രീതിയിൽ മുന്നണികൾക്കകത്തുള്ള ഇത്തരം തർക്കങ്ങൾ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നേരിടുമോ എന്ന ആശങ്ക സ്വാഭാവികമായി അവർക്കുണ്ട്. അതുകൊണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാവരും.